ഉമ്മത്തിന് അല്ലാഹു നൽകണേ എന്ന് ദുആയിരക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് 5 വചനങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്? മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാതി ഫയഅമലു ബിഹിന്ന, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരാണ് പഠിക്കുന്നത്? ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ, ഞാനത് മനസ്സിലാക്കുകയോ ആളുകൾക്ക് പഠിപ്പിക്കുകയോ ചെയ്യാം. റസൂലുള്ളാഹി തങ്ങൾ ഫഅഖദ ബിയദിയ, എൻ്റെ കൈ പിടിച്ചു, ഫഅദ്ദ ഖംസൻ, 5 വിഷയങ്ങൾ എന്നെ ഓരോന്നോരോന്നായി എന്നെ പഠിപ്പിച്ചു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇത് മഹാനായ ഹബീബായ തങ്ങളുടെ വളരെ വളരെ അത്ഭുതകരമായ വചനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ആശയസമ്പുഷ്ടമായ കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങളുള്ളത് പറയാനുള്ള കഴിവ് ഹബീബിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണിത്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, നിങ്ങൾ ഹറാം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ? നിങ്ങളാണ് ഏറ്റവും വലിയ ആബിദ്. ഇവിടെ ഹറാമു ചെയ്യാതെ കുറേ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. ഹറാമു ചെയ്യാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തകുന്ന അബദന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ ഇബാദത്തുള്ളത് നിങ്ങളാണ്. നിങ്ങൾ ഹറാമു ചെയ്യാതിരുന്നാൽ വറള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗന്നന്നാസ്, അല്ലാഹു തന്നതുകൊണ്ട് മനസ്സറിഞ്ഞ് സന്തോഷിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളാണ് ജനങ്ങളിലെ ഏറ്റവും വലിയ മുതലാളി. അത് വല്ലാത്ത വാക്കാണ്. 1 കോടി രൂപ വരുമാനമുള്ള ഒരാൾ, അയാൾക്ക് തോന്നുന്ന ഈ 1 കോടി ഇപ്പൊ എന്താ, എനിക്കിപ്പോ കണ്ണൂർ ഒരു വലിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ 2 കോടിയെങ്കിലും വേണ്ടേ? അയാൾക്ക് ഇല്ലായ്മയാ ഓർമ്മ വരുന്നത്. അയാൾ ദരിദ്രനാണ്. നേരെ മറിച്ച് ആകെ ശമ്പളം 5000-6000 ഉള്ളൊരു മാസം, അൽഹംദുലില്ലാഹ് ജോലി ഉണ്ടല്ലോ അല്ലേ? നിലമ്പൂർ ഭാഗത്തൊരു കണ്ണിന് കാഴ്ചക്കുറവുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ ഓരോരുത്തരും വിട്ടു അല്ലേ? 2 കാല് കൈകൊണ്ട് നടക്കാൻ സ്വാധീനമില്ലാണ്ട് വിഷമിച്ചൊരു പപ്പടം വിറ്റ് നടക്കുന്ന ഒരാളുടെ കഥ. ആ മനുഷ്യനോട് ആൾക്കാരോട് സഹായം ചോദിച്ചൂടെ എന്നൊരു ആശയം അല്ലേ? അപ്പൊ പറയാ 2 കയ്യും കാലും പടച്ചോൻ തന്നിട്ടില്ലേ, ആകെ 50% കണ്ണിന് കാഴ്ചയുള്ളൂ എന്നാ പറ, 50-60 എന്നൊക്കെ. കണ്ണും കാണില്ല, മക്കളുണ്ട്, ഉമ്മ ക്യാൻസറായിട്ട് RCCയില. ആ മനുഷ്യൻ പറഞ്ഞെങ്കിൽ വല്ലാണ്ടങ്ങ് ഇതായിപ്പോയി. എല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആ വിഷയം ഷെയർ ചെയ്തു. യാ അല്ലാഹ്, 2 കയ്യും കാലും പടച്ചോൻ തന്നില്ലേ, പിന്നെ എങ്ങനെ മനുഷ്യന്മാരോട് ചോദിക്കുകയാണ്? യാ അല്ലാഹ്, ആ ഒരു മനസ്സ് അതൊരു മുതലാളിയുടെ മനസ്സാണ്. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ. പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കണം, എൻ്റെ പുതിയാപ്പിള, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ ചുറ്റുപാട്. അൽഹംദുലില്ലാഹ്, ഒരു കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലേ ലോകത്ത്? എൻ്റെ പുതിയാപ്പിളക്ക് അതില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട. ഭർത്താക്കന്മാർ തിരിച്ച് ഇങ്ങോട്ടും, കുട്ടികള്, ചെറിയവര്, വലിയവര്, കച്ചവടക്കാർ, അള്ളാഹു തന്നത് അൽഹംദുലില്ലാഹ്, ഇനിയും അല്ലാഹ് തരട്ടെ. അള്ളാഹുവിനോട് ചോദിച്ചോളൂ നിഅമത്ത്, അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ചോദിക്കണം. എനിക്ക് പോര പടച്ചോനെ എന്നല്ല പറയാ, എനിക്ക് തൃപ്തിയായിട്ടുണ്ട് പടച്ചോനെ, എന്നാലും നിന്റെ ഔദാര്യം എനിക്ക് ഇഷ്ടമാണ്. അള്ളാഹുവേ, ദുന്യാവ് ഇന്നമദ്ദുന്യാ ഹിൽവത്തുൻ ഖദിറ, ഈ ലോകത്തിന്റെ സമ്പാദ്യവും പൈസയും അതിനൊരു പച്ച നിറവും ഒരു മധുരവുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബേ സമ്പാദ്യം വേണം, വരുമാനം വേണം. ഞങ്ങളുടെ കൈകളിൽ ഖൽബ് നിനക്കുള്ളതാണ്, ഹൃദയത്തിനുള്ളിൽ സമ്പത്തിനോട് സ്നേഹം വേണ്ട. അത് അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടും മതി. പക്ഷേ കയ്യിൽ സമ്പാദ്യം വേണം. അപ്പോഴല്ലേ സക്കാത്ത് കൊടുക്കാനും സ്വതക്ക കൊടുക്കാനും സഹായിക്കാനും കഴിയൂ. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിമാരാണ്. അബൂ ഹുറൈറ തങ്ങളോട് പറയാ, പഠിച്ചെടുക്കാൻ ആരുണ്ട്? ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ആരുണ്ട്? ഞാൻ പഠിപ്പിക്കാം നബിയെ, ഞാൻ പഠിച്ചെടുക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മൂന്നാമത്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിങ്ങളുടെ അയൽവാസികളോട് നന്നായി പെരുമാറണമേ, നിങ്ങൾ 1-ാം തരം മുഅ്മിനായി മാറും. അയൽവാസികളോട് നന്നായി പെരുമാറണേ, നിങ്ങൾ ശരിയായ മുഅ്മിനാണ്. നിങ്ങൾക്ക് മുസ്ലിമാവണോ? നിങ്ങൾക്ക് ഏത് നന്മ വരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ അത് നിങ്ങളുടെ കൂടെയുള്ളവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണമെന്ന് ആഗ്രഹിക്കണം. അതാണ് മുസ്ലിം. എത്ര മനോഹരമായ വാക്ക്!
അയൽവാസികൾക്ക് നന്മ ചെയ്താൽ നിങ്ങൾ മുഅ്മിനാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ എന്ത് നന്മ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ മുസ്ലിമാണ്. വലാ തുക്സിറുൽ ലഹക, ചിരി നന്നായി വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത്തൽ ലഹകി തുമീതുൽ ഖൽബ, ഒരുപാട് ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും, ഹൃദയത്തെ കൊന്നുകളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 5 കാര്യങ്ങൾ എന്നെ നബി തങ്ങൾ ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.